നിങ്ങളുടെയൊക്കെ തിരക്കേറിയ ജീവിതത്തിൽ വീട്ടുകാർക്ക് വേണ്ടി സമയം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ഈ കഥ ശരിക്കും നിങ്ങൾക്കുള്ളതാണ്. നമ്മൾക്കിന്ന് സംസാരിക്കാനുള്ളത് ഇന്നത്തെ കാലത്ത് ഒരുപാട് കുടുംബങ്ങൾ നേരിടുന്ന ഒരു വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ്. ഈ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ചില വിലപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഈ കഥ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കും. അപ്പോൾ നമുക്ക് നേരെ ഡോളി ഷാ എഴുതിയ ഈ മനോഹരമായ കഥയിലേക്ക് കടന്നാലോ? ഈ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കഥയുടെ ഒരു പശ്ചാത്തലം നോക്കാം. ഇത് രാജേഷിന്റെ ഒരു ചെറിയ കുടുംബത്തിന്റെ കഥയാണ്. അച്ഛനും അമ്മയും ജോലിയുടെ ഭയങ്കര തിരക്കിലാണ്. പതുക്കെ പതുക്കെ ആ തിരക്ക് അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കാൻ തുടങ്ങാണ്. ഇതിപ്പോ മനഃപൂർവ്വം അവഗണിക്കുന്നതൊന്നുമല്ല, അല്ലേ? ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് നേരിടുന്നൊരു പ്രശ്നമാണിത്. നല്ലൊരു കരിയർ ഉണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ പലപ്പോഴും ആദ്യം ബലി കൊടുക്കുന്നത് കുടുംബത്തിനു വേണ്ടിയുള്ള സമയമായിരിക്കും. അപ്പോ ഈ തിരക്ക് കാരണം കുട്ടികളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ തിരക്കിന്റെ പ്രശ്നം എന്തായിരുന്നു എന്നറിയോ? അത് വെറും മാർക്ക് കുറയുന്നതിൽ ഒതുങ്ങിയില്ല. കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ വരെ അത് ബാധിച്ചു. അവർക്ക് ഒരുതരം ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ അരക്ഷിതാവസ്ഥയൊക്കെ തോന്നിത്തുടങ്ങി. അതോടൊപ്പം കടുത്ത മാനസിക സംഘർഷങ്ങളും അവരനുഭവിച്ചു. കഥയില് ഒരു ട്വിസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, മകളുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു ചെറിയ അഭ്യർത്ഥനയാണ്. ഈ ഒരു അഭ്യർത്ഥനയാണ് അച്ഛനായ രാജേഷിന്റെ കണ്ണ് തുറപ്പിച്ചത്. അപ്പോൾ മകളുടെ ഈ ആവശ്യം കേട്ട രാജേഷിന്റെ മറുപടിയുണ്ടല്ലോ, അത് ഭയങ്കര മോഡേണായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, യൂട്യൂബിൽ ഒരുപാട് പ്രശസ്തരായ ടീച്ചർമാരില്ലേ, അവരെ കണ്ട് പഠിച്ചാൽ മതിയെന്നായിരുന്നു. അത് ആ സമയത്ത് അദ്ദേഹത്തിന്റെ ചിന്താഗതി എങ്ങനെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ കഥയുടെ ഗതി മാറ്റിയത് മകളുടെ ആ മറുപടിയാണ്. അവൾ പറഞ്ഞ വാക്കുകൾക്ക് വലിയ ആഴമുണ്ടായിരുന്നു. അച്ഛനും അമ്മയും പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സ്നേഹവും വാത്സല്യവും വേറെ എവിടെ നിന്നും കിട്ടില്ല എന്ന അവളുടെ ആ തിരിച്ചറിവാണ് രാജേഷിനെ ശരിക്കും ചിന്തിപ്പിച്ചത്. അപ്പോ ഈയൊരു തിരിച്ചറിവ് കിട്ടിയല്ലോ. ഇനി രാജേഷ് എന്തു ചെയ്തു? അതാണ് അടുത്ത ചോദ്യം. കഥയിലെ പരിഹാരം എന്തായിരുന്നുവെന്ന് നോക്കാം. അത് പണം ചെലവാക്കുന്നതിനെക്കുറിച്ചോ പുതിയ സൗകര്യങ്ങളൊരുക്കുന്നതിനെക്കുറിച്ചോ ആയിരുന്നില്ല. മറിച്ച് ജീവിതത്തിലെ മുൻഗണനകളിൽ വരുത്തിയ ഒരു വലിയ മാറ്റത്തെക്കുറിച്ചായിരുന്നു. ആ സംസാരത്തിന് ശേഷം രാജേഷ് ഒരു ഉറച്ച തീരുമാനമെടുത്തു. ആ തീരുമാനം മുഴുവൻ ഈ ഒരു നമ്പറിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. എന്തായിരിക്കും അത്? ഇതായിരുന്നു ആ തീരുമാനം. എത്ര വലിയ തിരക്കുണ്ടായാലും എന്ത് ജോലിയുണ്ടെങ്കിലും എല്ലാ ദിവസവും വൈകുന്നേരം കുറഞ്ഞത് 2 മണിക്കൂർ കുട്ടികൾക്ക് വേണ്ടി മാത്രം. ഈ ലളിതമായ തീരുമാനമുണ്ടല്ലോ, അതിന് വലിയ ശക്തിയുണ്ടായിരുന്നു. അതൊരു വെറും വാക്കായിരുന്നില്ല, അവരോടൊപ്പം താൻ ഉണ്ടാകുമെന്നൊരു ഉറപ്പായിരുന്നു. അപ്പോ ഈ തീരുമാനത്തിന്റെ ഫലം എന്തായിരുന്നു? ഇത് കഥയുടെ പ്രധാന സന്ദേശം വളരെ ഭംഗിയായി നമുക്ക് കാണിച്ചു തരും. ഒന്ന് നോക്കിയേ, ആ മാറ്റം എത്ര വലുതായിരുന്നുവെന്ന് ഇത് ശരിക്കും കാണിച്ചു തരുന്നുണ്ട്. മാതാപിതാക്കളുടെ സാന്നിധ്യം മാത്രം മതി കുട്ടികളുടെ ജീവിതത്തിൽ എന്തും മാത്രം മാറ്റം വരുത്താനെന്ന്. മാറ്റം വളരെ പെട്ടെന്നും പ്രകടവുമായിരുന്നു. അപ്പോ ഈ കഥയുടെ അസൽ സന്ദേശം എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ഒരു ഗുണപാഠം എന്താണ്? കുട്ടികളുടെ പഠിത്തം മെച്ചപ്പെട്ടു എന്നത് ശരി തന്നെ, പക്ഷേ അതായിരുന്നില്ല ഏറ്റവും വലിയ കാര്യം. മാതാപിതാക്കളുടെ സാന്നിധ്യം നൽകിയ ആ ഒരു വൈകാരിക സുരക്ഷിതത്വത്തിന്റെ ഫലം മാത്രമായിരുന്നു അത്. യഥാർത്ഥ പാഠം സമയത്തിന്റെ മൂല്യത്തെക്കുറിച്ചായിരുന്നു. അപ്പോ ഈ കഥ നമ്മളോട് ഓരോരുത്തരോടും ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ സമയത്തിന് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്ന്. അപ്പോൾ ഈയൊരു ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും സ്വയം ചോദിക്കാം. നിങ്ങളുടെ 2 മണിക്കൂറിന് ആരുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കും?